സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മുടെ തന്നെ സംസാരം നാളെ മുതൽ നിങ്ങൾ രാവിലെ മുതൽ രാത്രി വരെ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് ശ്രദ്ധിക്കുക. രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റും. എന്താണ്? ഒന്നാമത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് കഴിഞ്ഞ കാര്യങ്ങളെ പറ്റിയാണ്. രണ്ട്, നമ്മൾ സംസാരിക്കുന്നത് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതാണ് നമ്മുടെ സംസാരത്തിൻ്റെ ഏത് ഭാഷ എടുത്താലും അതിൻ്റെ 60% കഴിഞ്ഞ കാര്യങ്ങളെ പറ്റിയുള്ള സംസാരവും 2 ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മൾ ഇന്നലെ ചെയ്ത കാര്യങ്ങൾ, കഴിഞ്ഞ സമയത്ത് ഏത് വേണമെങ്കിലും ആകാം, പക്ഷെ ഞാൻ ജസ്റ്റ് ഉദാഹരണത്തിന് വേണ്ടി ഇന്നലെ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് രാവിലെ മുതൽ വൈകിട്ട് വരെ എന്നുള്ളതാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ പല ഇൻസിഡൻസ് വെച്ചാണ് സംസാരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഇത് 2 ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ ഒത്തിരി ലെങ്തി ആയിപ്പോവും, അതുകൊണ്ടാണ് 2 ഭാഗമായിട്ട് ചെയ്യുന്നത്. ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിരുന്ന ഗ്രാമർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്രാമർ പഠിക്കുക എന്നുള്ളത് അല്ല നമ്മുടെ ഉദ്ദേശം. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന 1000 ലൈക്കാണ്. നമുക്ക് ശ്രദ്ധിക്കാം. അതായത് ഉണരുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത്? ഉണരുക എന്നുള്ളതിന് വേക്കപ്പ് എന്നാണ് പറയുന്നത്. അപ്പോഴതിൻ്റെ പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ V2 എന്ന് പറയുന്നത് വോക്കപ്പ് ആണ്. ശ്രദ്ധിക്കുക, വേക്കപ്പ് V1 V2 വോക്കപ്പും ആണ്. നമ്മളിതിനെപ്പറ്റി സംസാരിച്ചത്. ഇപ്പോൾ ഞാൻ പറയാം അതിനെപ്പറ്റി. ഇപ്പോൾ നമുക്ക് ഇന്നലെ ഞാൻ 6 മണിക്ക് എഴുന്നേറ്റായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. I woke up at 6 o'clock last day അല്ലെങ്കിൽ yesterday. ഇനി ഞാൻ എന്നും 6 മണിക്ക് ഉണരാറുണ്ട് എന്നങ്ങനെ പറയാൻ വേണ്ടി പറ്റും. I wake up at 6 o'clock every day. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രാമർ എന്താണെന്നൊന്ന് പരിശോധിക്കാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളായിട്ട് സംസാരിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന ടെൻസ് ഏതാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ചാപ്റ്റർ 7 നമ്മൾ പഠിച്ചതാണ്. അതുപോലെ ഞാൻ V1 V2 V3 എന്ന് പറഞ്ഞു അല്ലേ. V1 V2 V3 നമ്മൾ പഠിച്ചത് ചാപ്റ്റർ 11 ഇനി ശ്രദ്ധിക്കുക, കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി പറയാൻ വേണ്ടി നമുക്ക് സമയം അറിയാം അല്ലെങ്കിൽ സമയമുണ്ട്. സമയം അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം ഇന്ന ദിവസം നടന്ന കാര്യത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ഇന്നലെ ചെയ്ത കാര്യത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇപ്പം ഇന്നലെ ചെയ്ത കാര്യത്തെ പറ്റി എപ്പോഴും ഞാൻ പറയുമ്പോൾ എസ്റ്റർഡേ അല്ലെങ്കിൽ ലാസ്റ്റ് ഡേ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ ഇന്നലത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ നമുക്ക് സമയം അറിയാം, പക്ഷെ നമുക്കത് പറയുന്നില്ല എന്നുള്ളൂ. ചില സന്ദർഭങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് സമയം പറയും. ഈ 2 സന്ദർഭങ്ങളിലും നമുക്ക് ഉപയോഗിക്കാവുന്ന ടെൻസ് ഏതാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എവിടെ ഉപയോഗിക്കാം? ഇതുപോലെ തന്നെ കഴിഞ്ഞ കാര്യത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, പക്ഷേ അവിടെ സമയമില്ല അല്ലെങ്കിൽ സമയത്തിന് പ്രാധാന്യമില്ല, സമയം അറിയത്തില്ല എന്നുള്ള സന്ദർഭങ്ങളാണ് എന്നുള്ളത് നമ്മൾ ചാപ്റ്റർ 6 പഠിച്ചാണ്. ഇനി ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാപ്റ്റർ 6ഉം 7ഉം ഒന്നും അല്ല പഠിക്കേണ്ടത്, ചാപ്റ്റർ 1 ആണ് പഠിക്കേണ്ടത്. ഇനി ഇപ്പോഴേ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. പലരും പറയാറുണ്ട് എൻ്റെ വീഡിയോസ് കൃത്യമായിട്ട് കിട്ടാറില്ല എന്ന് പറയാറുണ്ട്, ഓർഡറിൽ കിട്ടുന്നില്ല എന്നുള്ളത്. നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് ജസ്റ്റിൻ തോമസ് ഇംഗ്ലീഷ് ചാപ്റ്റർ എത്രയാണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്യുക. ചാപ്റ്റർ 1 ആണ്. ചാപ്റ്റർ 1 എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. അതിനുശേഷം 2 എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം. ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എൻ്റെ കോഴ്സ് കണ്ടിട്ടുള്ളവർക്ക് അറിയാവുന്ന കാര്യമാണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും നമ്മൾ V2 ആണ് ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് ഈ സബ്ജക്റ്റ് എന്ന്? ഇതാരാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്? ഇപ്പോൾ ഇന്നലെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇന്നലെ ക്രിക്കറ്റ് കളിച്ചു. ആരാണ് ചെയ്തത്? ഇന്നലെ അവൻ ക്രിക്കറ്റ് കളിച്ചു അല്ലേ, അല്ലെങ്കിൽ അവൾ ക്രിക്കറ്റ് കളിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ സിംഗുലർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരൊറ്റയാൾ ആണ് സിംഗുലർ. പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ. അപ്പോൾ ഉദാഹരണം, ഒരു കടുവ സിംഗുലറാണ് പ്ലൂറലാണോ? ഒരെണ്ണല്ലേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അത്? സിംഗുലറാണ്. ഇനിയിപ്പോൾ എൻ്റെ സുഹൃത്ത് രാഹുൽ എന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ ഒരാളല്ലേ ഉള്ളൂ, അപ്പോഴത് സിംഗുലറാണ്. ഇനി ഇപ്പോൾ ഞാൻ പറയാണ് എൻ്റെ സുഹൃത്തുക്കൾ, ഉറപ്പാണല്ലോ ഒന്നിൽ കൂടുതലൊന്നുണ്ടല്ലോ അല്ലേ, അപ്പോഴതെന്താണ്? പ്ലൂറലാണ്. ഇനി 10 കടുവ പ്ലൂറലാണ്. അപ്പോൾ 1000 കടുവ പ്ലൂറലാണ്. അപ്പോൾ നമ്മളെന്താണ് പലരും പറയാറുണ്ട് നമ്മളിങ്ങനെ കാണാതെ പഠിക്കണം, യു വി ദേ എന്നൊക്കെ പഠിക്കണം, അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെയല്ല പഠിക്കണം, നമുക്ക് മനസ്സിലാക്കുക എന്താണ് ഈ സിംഗുലർ അല്ലേ. അല്ലാതെ IUV ദേ എന്നൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ സിംഗിൾ ഏതാണ് പ്ലൂറൽ ഏതാണെന്ന് മനസ്സിലാവും. ഏത് വന്നാലും നമ്മൾ V2 ആണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ വ്യക്തമായിട്ട് ചാപ്റ്റർ 7 പഠിച്ചതാണ്. ഹി പ്ലേഡ് ക്രിക്കറ്റ് ലാസ്റ്റ് ഡേ അല്ലേ. കാരണം എന്താണ്? നമ്മൾ V2 ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്ലേഡ് എന്നാണ് ഉപയോഗിച്ചത്. ഹി സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ V2 ആണ് ഉപയോഗിക്കുന്നത്, നമ്മൾ കണ്ടതാണ്. ഓക്കെ. ഇനി I took അല്ലെങ്കിൽ I sat for exam last month. ഓക്കെ, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഞാൻ കഴിഞ്ഞ മാസം പരീക്ഷ എഴുതിയെന്നാണ് ഞാൻ ഈ പറഞ്ഞത് അല്ലേ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെന്ന് തോന്നുന്നു അല്ലേ. കാരണം എന്താണ്? I wrote exam last month എന്നല്ലേ പറയുന്നത്. സത്യത്തിൽ ഇംഗ്ലീഷിൽ
അങ്ങനെ കൃത്യമായ ട്രാൻസ്ലേഷൻ നമുക്ക് ഉപയോഗിക്കുന്നത് പല കാര്യങ്ങൾക്കും അങ്ങനെ ഉണ്ട്. അതിൻ്റെ ഉദാഹരണമാണിത്. എന്താണ് റൈറ്റ് എക്സാം, പരീക്ഷ എഴുതുക എന്നുള്ളതിന് റൈറ്റ് എക്സാം അല്ല പറയേണ്ടത്. അതിന് പറയേണ്ടത് ഒന്നെങ്കിൽ ടേക്ക് എക്സാം എന്ന് പറയാം, ടേക്ക് ദി എക്സാം, അല്ലെങ്കിൽ എന്താണ് സിറ്റ് ഫോർ ദി എക്സാം എന്നാണ് പറയേണ്ടത്, പരീക്ഷ എഴുതുക. അപ്പോൾ അതിൻ്റെ പാസ്റ്റ് ടെൻസോ ടുക്ക് എക്സാം, സിറ്റ് ഫോർ എക്സാം ഉള്ളതിൻ്റെ പാസ്റ്റ് ടെൻസോ സാറ്റ് ഫോർ ദി എക്സാം അല്ലേ? അപ്പോൾ അങ്ങനെയാണ് അത് വന്നത്. ഐ ടുക്ക് എക്സാം ലാസ്റ്റ് മന്ത്. ഒരൊറ്റ കാര്യങ്ങൾ പറഞ്ഞോട്ടെ. സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം പറയാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? സിംഗുലർ ആണ്, ഒരാൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് V1S ആണ്. V1S എങ്ങനെ ഉണ്ടാകും? ഒരു S ആണ് ചേർത്താൽ മതി അല്ലേ? ചില സന്ദർഭങ്ങളിൽ ES ആണ് ചേർക്കേണ്ടത്. അപ്പോഴാ വെർബിൻ്റെ കൂടെ അത് ചേർത്ത് കഴിഞ്ഞാൽ ഓക്കെ സംഭവം അല്ലേ? ഇനിയിപ്പോൾ പ്ലൂറലാണ് സബ്ജക്റ്റ് എങ്കിലോ നമ്മൾ ഒന്നിൽ കൂടുതലുള്ളതിനാണ് പ്ലൂറൽ എന്ന് പറയുന്നത് അല്ലേ? അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് V1 ആണ്. ഇനി ഒരു കാര്യം നമ്മൾ ഈ കോഴ്സിൽ ഉടനീളം നമ്മൾ പഠിച്ചാൽ എന്താണ്, നമ്മൾ IE പ്ലൂറലായിട്ടാണ് പഠിക്കുന്നത്. എന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ വിശദീകരിച്ചാണല്ലേ ചാപ്റ്റർ 1 തൊട്ട് പഠിക്കുന്നവർക്ക് ഇതൊക്കെ എല്ലാം അറിയാം. അവരെല്ലാവരും പലപ്പോഴും നിങ്ങൾ കമൻറ്റ് എഴുതാറുണ്ട്, സാറ് ചുമ്മാ ആവശ്യമില്ലാതെ ഞങ്ങളിത് പഠിച്ചതാണെന്ന് പറഞ്ഞ് കമൻറ്റ് എഴുതാറുണ്ട്. തീർച്ചയായിട്ടും ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പിന്നെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, റെക്സ് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത് റെക്സ് പ്ലേസ് ക്രിക്കറ്റ് എവറി ഡേ. അപ്പോൾ അവൻ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അപ്പോഴെന്താണ് റെക്സ് എത്ര പേരുണ്ട്? ഒറ്റയാളേ ഉള്ളൂ. അതുകൊണ്ടാണ് എന്തുപയോഗിച്ചത്? V1S ഉപയോഗിച്ചത്. ഇനി ദേ ആണെങ്കിലോ ഒരുപാട് പേരുണ്ട് അല്ലേ, ഒന്നിൽ കൂടുതലുണ്ടല്ലോ. അപ്പോഴേ ദേ പ്ലേ ക്രിക്കറ്റ് എവറി ഡേ. കറക്റ്റ്. ഐ ആണെങ്കിലോ ഞാൻ പറഞ്ഞു ഐ പ്ലൂറലായിട്ട് കാണാം അല്ലേ? അപ്പോൾ ഐ പ്ലേ ക്രിക്കറ്റ് എവറി ഡേ. ദിസ് ഡോഗ് ബൈറ്റ് ഓർ ബൈറ്റ്സ്. ഇവിടെ ഈ പട്ടി കടിക്കും എന്നാണ് പറഞ്ഞത്. ഈ പട്ടി എത്ര എണ്ണമുണ്ട്? ഒരെണ്ണമല്ലേ ഉള്ളൂ. അപ്പോൾ അത് സിംഗുലർ ആണല്ലോ. അപ്പോഴെന്ത് ഉപയോഗിക്കണം? ബൈറ്റ്സ് ആണ് വരുന്നത് അല്ലേ? ശ്രദ്ധിക്കുക, ബൈറ്റ്സ് ആണ്. ശ്രദ്ധിക്കുക, സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ പഠിച്ച ചാപ്റ്റർ 4ലാണ്. ഇനിയിപ്പോഴും നമുക്ക് ഇന്നലെ ചെയ്ത കാര്യങ്ങളെ പറ്റി നമുക്ക് സംസാരിക്കാം. എഴുന്നേൽക്കുക. ആദ്യം ഉണർന്നു, പക്ഷെ ഇവിടെ ഉണർന്നു കഴിഞ്ഞ് നമ്മൾ അതുപോലെ തന്നെ കിടക്കുന്നു. എഴുന്നേൽക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്ത് പറഞ്ഞു? ഗെറ്റ് അപ്പ്. അപ്പോൾ ഇന്നലത്തെ കാര്യം പറയാൻ വേണ്ടി നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ പറയും ഗോട്ട് അപ്പ് അല്ലേ? ഐ ഗോട്ട് അപ്പ് അറ്റ് 7 ലാസ്റ്റ് ഡേ അല്ലെങ്കിൽ യെസ്റ്റർഡേ. അത് നമ്മൾ അത് അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ട്. കാരണം ഇന്നലെ ആണെന്നുള്ളത് മനസ്സിലായല്ലോ, ഇന്നലത്തെ കാര്യമാണല്ലോ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോഴതുകൊണ്ട് അത് ചേർക്കേണ്ട ആവശ്യമില്ല. ബെഡ് ഒക്കെ വിരിക്കുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ബെഡ് വിരിക്കുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷാണ് മേക്ക് ദ ബെഡ്. ഓക്കെ, അതിന് മേക്ക് ദ ബെഡ് എന്ന് പറഞ്ഞാൽ ബെഡ് ഉണ്ടാക്കുക എന്നാണോ? അല്ല, സത്യത്തിൽ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇംഗ്ലീഷിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെയല്ല, മലയാളത്തിൻ്റെ അതേ ട്രാൻസ്ലേഷൻ അല്ല. മേക്ക് ദ ബെഡ് എന്ന് പറഞ്ഞാൽ ബെഡ് വിരിക്കുക എന്നാണ് അർത്ഥം. ഓക്കെ, അതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? മെയ്ഡ് ദ ബെഡ്. വളരെ സിമ്പിളാണ്. ഹി മേക്സ് ഹിസ് ബെഡ് എവറി ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ എല്ലാ ദിവസവും ബെഡ് വിരിച്ചിടാറുണ്ട് എന്നാണ്. നമ്മളൊക്കെ സാധാരണ രാവിലെ എഴുന്നിട്ട് അതേപടി പോകാം അല്ലേ? പക്ഷെ അവൻ അങ്ങനെ അല്ല കേട്ടോ, അവൻ എല്ലാ ദിവസവും ബെഡ് വിരിക്കാറുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇന്നലത്തെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? എന്താണ്? I got up at 7 എന്ന് ഞാൻ പറഞ്ഞു. Then I made the bed. അത് കഴിഞ്ഞ് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചത്. Then I made the bed. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റിൽ എഴുതുക കേട്ടോ, നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന്. ഇനിയിപ്പോൾ പല്ല് തേക്കുക എന്നുള്ളതിന് ബ്രഷ് ദ ടീത്ത്. അപ്പോൾ അതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? ബ്രഷ് ദ ടീത്ത്. He doesn't brush his teeth എന്ന് പറഞ്ഞാൽ എന്താ? അവൻ പല്ല് തേക്കാറേ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അവൻ അങ്ങനെ ചെയ്യാറേ ഇല്ലെന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പല്ല് തേക്കാറില്ല എന്ന് അങ്ങനെ പറയാം, ഐ ഡോണ്ട് ബ്രഷ് മൈ ടീത്ത് അല്ലേ? ഇനിയിപ്പോൾ ദെൻ ഐ ബ്രഷ്ഡ് മൈ ടീത്ത്. ഇന്നലത്തെ കാര്യമാണ്. ഇന്നലത്തെ കാര്യം എന്താണ്? ഞാൻ ബ്രഷ് ചെയ്തായിരുന്നു. ഐ ബ്രഷ്ഡ് മൈ ടീത്ത്. ലാസ്റ്റ് ഡേ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ യെസ്റ്റർഡേ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കാരണം ഇത് അണ്ടർസ്റ്റുഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളത് സമയം പറയേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് ഞാൻ ഷേവ് ചെയ്തു. ഷേവ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ആണ് ഷേവ്. അത് തന്നെ. അപ്പോൾ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ഷേവ്ഡ്. ഐ ഷേവ് എവറി ഡേ മോർണിംഗ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ ഷേവ് ചെയ്യാറുണ്ട്. ഐ ഷേവ്ഡ് ലാസ്റ്റ് ഡേ. അതിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദെൻ ഐ ഷേവ്ഡ് എന്ന് പറഞ്ഞാൽ മതി അല്ലേ? ഇനി കുളിക്കുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? കുളിക്കുക എന്നുള്ളതിന് ടേക്ക് എ ഷവർ അല്ലെങ്കിൽ ഹാഫ് എ ഷവർ എന്നാണ് കുളിക്കുക എന്നുള്ളതിന് നമുക്ക് പറയാവുന്നത്. ഓക്കെ, ടേക്ക് ബാത്ത് എന്ന് പറയാം, തീർച്ചയായിട്ടും പറയാം. പക്ഷെ സാധാരണ സംസാര രീതിയിലൊക്കെ ഇങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ടേക്ക് എ ഷവർ. ഐ ടേക്ക് ഷവർ എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും കുളിക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഐ ടുക്ക് ദ ഷവർ. ഞാൻ ഇന്നലത്തെ ഐ ടുക്ക് ദ ഷവർ യെസ്റ്റർഡേ എന്ന് നമുക്ക് പറയാം. ഇനി തല കഴുകുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? കറക്റ്റ്, വാഷ് ദ ഹെയർ. ഇവിടെ തല വാഷ് ദ ഹെഡ് അല്ല, വാഷ് ദ ഹെയർ.
ശ്രദ്ധിക്കുക. അപ്പോഴേ അതിൻ്റെ V2 എന്താണ്? വാഷ് ദ ഹെയർ. വാഷ്ഡ് ED അല്ലേ? ഐ വാഷ് മൈ ഹെയർ എവറി സൺഡേ. ഞാൻ എല്ലാ ഞായറാഴ്ചയും തല കഴുകാറുണ്ട്. ഷീ വാഷസ് ഹെയർ ഹെയർ വൺസ് ഇൻ എവറി മന്ത്. അവൾ എങ്ങനെയാണ്? അവള് എല്ലാ മാസവും ഒരു തവണ തല കഴുകാറുണ്ട്. ഇന്നലത്തെ കാര്യമാണെങ്കിലോ ഷീ വാഷ്ഡ് ഹെർ ഹെയർ അല്ലേ? വാഷ്ഡ് കാരണം എന്താണ്? ഇന്നലത്തെ ആണല്ലോ. മുടി ഉണക്കുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ഡ്രൈ ദ ഹെയർ. അപ്പോൾ അതിൻ്റെ പാസ്റ്റ് ടെൻസ് V2 എന്താണ്? ഡ്രൈഡ് ദ ഹെയർ. ഡ്രൈഡ്. തുണി തേക്കുക. അയൺ ദ ഷർട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ തുണിയാണെങ്കിലോ അയൺഡ് മൈ ഷർട്ട് അല്ലേ? ഞാൻ തുണി തയ്ച്ചായിരുന്നു. ഐ അയൺഡ് മൈ ഷർട്ട്. എല്ലാ ദിവസവും ഐ അയൺ മൈ ഷർട്ട് എവറി ഡേ. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. എവറി ഡേ പറയണമെന്നില്ല, എന്നാലും അതിൻ്റെ അണ്ടർസ്റ്റുഡ് ആണ്, ചെയ്യാറുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. ഇന്നലെ ഐ അയൺഡ് മൈ ഷർട്ട്. മുടി ചെയ്യുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയുന്ന ബ്രഷ് ദ ഹെയർ എന്നാണ്. ശ്രദ്ധിക്കുക, ഈ ബ്രഷ് എന്നുള്ളത് ആ മുടി ചെയ്യുന്ന ചീപ്പിനും പറയാറുണ്ട് ബ്രഷ്. ഇനി ഇപ്പോഴും നമുക്ക് കോം ദ ഹെയർ എന്ന് പറയാവും. കോം ദ ഹെയർ എന്ന് പറയാമെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇച്ചിരി കൃത്യമായിട്ടുള്ള ഇംഗ്ലീഷ് എന്താണ്? ബ്രഷ് ദ ഹെയർ എന്നുള്ളതാണ്. ഇനി എന്തുകൊണ്ടാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. കാരണം ഈ കോംബ് എന്ന് പറഞ്ഞാൽ, കോം ദ ഹെയർ എന്ന് പറഞ്ഞാൽ മുടിയുടെ ചെട നീക്കുന്നതിനാണ് കോംബ് എന്ന് പറയുന്നത്. ആ ചീപ്പിനും അത് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ചെട നീക്കുമല്ലോ ചെയ്ത്, നമ്മൾ ചെയ്യുക എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ബ്രഷ് ദ ഹെയർ ആണ് നല്ലത്. അപ്പോൾ ഞാൻ ചെയ്തായിരുന്നു ബ്രഷ് ദ ഹെയർ ED അല്ലേ? ഐ ബ്രഷ് മൈ ഹെയർ ആഫ്റ്റർ ഐ ടേക്ക് എ ഷവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എപ്പോഴും മുടി ചെയ്യാറുണ്ട്. എപ്പോഴും കുളിച്ച് കഴിഞ്ഞ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹി ബ്രഷ്ഡ് ഹിസ് ഹെയർ. അവൻ്റെ മുടി ഒരുങ്ങുക അല്ലെങ്കിൽ മേക്കപ്പ് ഇടുക. ഇവിടെ ഒരുങ്ങുക എന്ന് ഞാൻ ഉദ്ദേശിച്ച് മേക്കപ്പ് ഇടുക എന്നുള്ളതാണ്. അതിനെന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത്? അതിന് പറയുന്നത് പുട്ട് ഓൺ മേക്കപ്പ് എന്നാണ് പറയുന്നത്. പുട്ട് ഓൺ മേക്കപ്പ്. ഇനിയിപ്പോൾ സിംഗിളറാണ് സബ്ജക്റ്റ് എങ്കിലോ പുട്ട്സ് ഓൺ മേക്കപ്പ് എന്ന് പറയാം. ഇനിയിപ്പോൾ അതിൻ്റെ V2 എന്താണ്? പുട്ടിൻ്റെ V1 V2 V3 പുട്ട് തന്നെയാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ കഴിക്കുന്ന പുട്ടല്ല. അപ്പോൾ പുട്ട് 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 എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ പുട്ട് ഓൺ ദ മേക്കപ്പ്, അതിൻ്റെ V2 പുട്ട് ഓൺ ദ മേക്കപ്പ് തന്നെയാണ്. അപ്പോൾ ഷീ പുട്ട്സ് ഓൺ മേക്കപ്പ് എവറി ഡേ. കാരണം ഷീ വന്നുകൊണ്ടാണ് പുട്ട്സ്. ഞാനെന്നും മേക്കപ്പ് ഇടാറുണ്ടോ എന്ന് പറയാൻ വേണ്ടി പറ്റും. ഐ പുട്ട് ഓൺ ദ മേക്കപ്പ് എവറി ഡേ. ഷീ പുട്ട് ഓൺ മേക്കപ്പ് ലാസ്റ്റ് ഡേ. അവൾ ഇന്നലെ മേക്കപ്പ് ഇട്ടായിരുന്നു. പ്രഭാത ഭക്ഷണം കഴിക്കുക. ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ ശ്രദ്ധിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് അല്ല ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ കഴിച്ചായിരുന്നു. ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ 8 ബ്രേക്ക്ഫാസ്റ്റ്. ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 8. ഞാൻ എപ്പോഴും 8 മണിക്ക് കഴിക്കാറുണ്ട്. ഹി ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 9 ലാസ്റ്റ് ഡേ. അവൻ ഇന്നലെ എപ്പോഴാണ് കഴിച്ചത്? 9 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അല്ലെങ്കിൽ ഐ ആണെങ്കിലും അത്. മുഖം കഴുകുക. മുഖം കഴുകുക എന്നുള്ള 2 രീതിയിൽ പറയാം. ഒന്നെങ്കിൽ വാഷ് ദ ഫേസ് എന്ന് പറയാം, അല്ലെങ്കിൽ ബാത്ത് ദ ഫേസ് എന്ന് വേണമെങ്കിലും പറയാം. സാധാരണ നമ്മൾ വാഷ് ദ ഫേസ് എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ഓഫ് വാഷ് ദ ഫേസ് ED വാഷ് ദ ഫേസ്. ഹി വാഷ്ഡ് ഹിസ് ഫേസ്. ഐ ഡോണ്ട് വാഷ് മൈ ഫേസ്. ഞാൻ അങ്ങനെ ചെയ്യാറേ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മുഖം കഴുകാറേ ഇല്ല എന്നാണ് പറയുന്നത്. വീട് ശരിയാക്കി ഇടുക അല്ലെങ്കിൽ വീട് വൃത്തിയാക്കി ഇടുക എന്നുള്ളതിന് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? ഡു ദ ഹൗസ് വർക്ക്. ഡു ദ ഹൗസ് വർക്ക്. ഡിഡ് ദ ഹൗസ് വർക്ക് ആണ് അതിൻ്റെ പാസ്റ്റ് ടെൻസ് V2. ഹി ഡസ് ദ ഹൗസ് വർക്ക് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഹി വന്നതുകൊണ്ടാണ് ഡൂവിൻ്റെ V1 ആണ് ഡസ്. നമ്മൾ ചാപ്റ്റർ 11 ഇത് പഠിച്ചതാണ്. ശ്രദ്ധിക്കുക, അത് അതിനകത്ത് വ്യക്തമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഹി ഡസ് ദ ഹൗസ് വർക്ക് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അവൻ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വീടൊക്കെ വൃത്തിയാക്കി ശരിയാക്കി ഇടാറുണ്ട് എന്നാണ് പറയുന്നത്. അതവൻ്റെ സ്വഭാവമാണ്, എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ ഐ ഡിഡ് ദ ഹൗസ് വർക്ക് ബിഫോർ ദ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പ്രഭാത ഭക്ഷണത്തിന് മുമ്പ് വീട് ശരിയാക്കി ഇട്ടായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ? കഴിഞ്ഞായിരുന്നു. വേസ്റ്റ് ഒക്കെ എടുത്ത് വെളിയിൽ വെക്കുക അല്ലെങ്കിൽ വേസ്റ്റ് എടുത്ത് കളയുക എന്നുള്ളതിനെ എങ്ങനെ പറയാം? ടേക്ക് ഔട്ട് ദ റബ്ബിഷ്. ടേക്ക് ഔട്ട് ദ റബ്ബിഷ്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് took out the rubbish. She takes out the rubbish every day. അവൾ എന്നും വേസ്റ്റ് ഒക്കെ എടുത്ത് കളയാറുണ്ട്. I took out the rubbish. ഞാൻ വേസ്റ്റ് എടുത്ത് കളഞ്ഞു അല്ലേ? ഷീ വന്നുകൊണ്ടാണ് ടേക്സ് വന്നത്. ഐ ആണെങ്കിലോ ടേക്ക്. പട്ടിക്ക് തീറ്റ കൊടുക്കുക. പട്ടിക്ക് തീറ്റ കൊടുക്കുന്നതിന് ഫീഡ് ദ ഡോഗ് എന്നാണ് പറയുന്നത്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഫെഡ് ദ ഡോഗ് അല്ലെങ്കിൽ V2 ആണ് ഫെഡ് ദ ഡോഗ്.
ഐ ഫീഡ് മൈ ഡോഗ് എവ്രി ഡേ മോർണിംഗ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ എൻ്റെ പട്ടിക്ക് തീറ്റ കൊടുക്കാറുണ്ട്. ഐ ഫെഡ് മൈ ഡോഗ്. ഞാൻ എൻ്റെ പട്ടിക്ക് തീറ്റ കൊടുത്തായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കാം, ഞാൻ പറഞ്ഞു എന്താണ് ഫീഡ് എന്നുള്ളത് സാധാരണ തന്നെ എടുത്ത് കഴിക്കാൻ പറ്റാത്തവർക്കാണ് നമ്മൾ എടുത്തു കൊടുക്കുന്നതിനാണ് എന്ത് ഫീഡ് എന്ന് പറയുന്നത്. അപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളെ തന്നെ എടുത്ത് കഴിക്കില്ലല്ലോ. അപ്പോൾ അവരെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഫീഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരുങ്ങുക, ഗെറ്റ് ഡ്രസ്ഡ്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഗോട്ട് ഡ്രസ്ഡ്. ഐ ഗെറ്റ് ഡ്രസ്ഡ് ബിഫോർ ഐ ഗോ ടു ഓഫീസ്. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. എന്താണ്? ഞാൻ ഒരുങ്ങിയാണ് ഓഫീസിൽ പോകുന്നത് അല്ലേ, രാവിലെ എഴുന്നേറ്റ പാടല്ലോ. അതാണ് ഐ ഗെറ്റ് ഡ്രസ്ഡ് ബിഫോർ ഐ ഗോ ടു ഓഫീസ്. ഐ ഗോട്ട് ഡ്രസ്ഡ് ആഫ്റ്റർ മൈ ബ്രേക്ക്ഫാസ്റ്റ് ലാസ്റ്റ് ഡേ. ഞാൻ പ്രഭാത ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഒരുങ്ങിയത് ഇന്നലെ. വീട്ടിൽ നിന്നിറങ്ങുക, അതെന്താണ് പറയുന്നത്? ലീവ് ദ ഹൗസ്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്, അല്ലെങ്കിൽ V2 ആണ്, ലെഫ്റ്റ് ദ ഹൗസ്. ഹി ലീവ്സ് ഹിസ് ഹൗസ് അറ്റ് 9. ലീവിൻ്റെ V1S ആണ്, ലീവ്സ്. ഹി ലീവ്സ് ഹിസ് ഹൗസ് അറ്റ് 9. ഐ ലെഫ്റ്റ് മൈ ഹൗസ് അറ്റ് 10. ഞാൻ എപ്പോഴാണ് ഇറങ്ങിയത്? ഞാൻ 10 മണിക്ക് ഇറങ്ങിയായിരുന്നു. ഓഫീസിൽ പോവുക, ഗോ ടു ഓഫീസ്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വെൻ ടു ഓഫീസ്. ഐ വെൻ ടു ഓഫീസ് അറ്റ് 10. 10 മണിക്ക് ഞാൻ ഓഫീസിൽ പോയി. ഐ ഗോ ടു ഓഫീസ് അറ്റ് 9. ഞാൻ എപ്പോഴും 9 മണിക്കാണ് സാധാരണ ഓഫീസിൽ പോകുന്നത്. ഐ ഗോ ടു ഓഫീസ് അറ്റ് 9. ട്രെയിൻ പിടിക്കുക, അല്ലെങ്കിൽ ട്രെയിനിൽ കയറുന്നതിനാണല്ലോ നമ്മൾ ട്രെയിൻ പിടിക്കുക എന്നത്. അതിന് എന്താണ് പറയുന്നത്? ക്യാച്ച് ദ ട്രെയിൻ. അതിൻ്റെ പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ V2 ആണ്, കോട്ട് ദ ട്രെയിൻ. ഹി ക്യാച്ചസ് ഹിസ് ട്രെയിൻ അറ്റ് 9 o'clock. അവൻ സാധാരണ ഏത് ട്രെയിനിനാണ് കയറുന്നത്? ഏത് ട്രെയിനിനാണ് പോകുന്നത്? 9 മണിക്കത്തെ ട്രെയിനിനാണ് അവൻ പോകുന്നത്. ഐ കോട്ട് ദ ട്രെയിൻ. ഞാൻ ട്രെയിൻ പിടിച്ചു. ബസ് പിടിക്കുക, അല്ലെങ്കിൽ ബസ്സിൽ കയറുക എന്നുള്ളതിന് ഇംഗ്ലീഷ് എന്താണ് പറയുന്നത്? ക്യാച്ച് ദ ബസ്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്, അല്ലെങ്കിൽ V2 ആണ്, കോട്ട് ദ ബസ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കൂട്ടി ഒരു സെൻറ്റൻസ് നിങ്ങൾ താഴെ എഴുതുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരുത്തി തരാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സുഹൃത്തിനെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.